ഹലോ. അപ്പൊ എല്ലാവർക്കും ഐ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിലെ സോഷ്യൽ വർക്ക് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്നൊരു ടോപ്പിക്കാണ്. അതായത് ഏൻഷ്യന്റ് ഇന്ത്യ, പ്രാചീന ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ UK, US, അതിൽ എബ്രോഡിലുള്ള സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക് എങ്ങനെയായിരുന്നു ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നത്, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സോഷ്യൽ വർക്ക് ഇൻ ഏൻഷ്യൻ ഇന്ത്യ, പുരാതന കാലഘട്ടത്തിൽ എന്തായിരുന്നു സോഷ്യൽ വർക്ക് എന്നൊരു കോൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോഷ്യൽ വർക്ക് നമുക്കറിയാം, കാലഘട്ടങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ വർക്കിന്റെ ഏർലി ഡെവലപ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു സോഷ്യൽ വർക്ക് ഡെവലപ്പ് എന്ന് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യ, ഇന്ത്യ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വേദിക് പീരീഡ് എന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വേദിക് പീരീഡ് എന്ന് പറയുന്നത് 1500 to 500 BC കാലഘട്ടമാണ്. അതിനുശേഷം എപ്പിക് പീരീഡ് ഉണ്ട്, 1000 to 200 BC. പിന്നീട് ബുദ്ധിസ്റ്റ് കാലഘട്ടമാണ്, 3rd century to BC എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മയൂരൻ എംപയർ, 321 to 185 BC. പിന്നെ ഗുപ്ത കാലഘട്ടം, ഗുപ്തന്മാരുടെ പീരീഡാണ്, ഗുപ്ത എംപയറിന്റെ കാലഘട്ടമാണ്, 4th century to 6th century. നെക്സ്റ്റ് പിന്നെ നമുക്ക് ഭക്തി മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്, അത് 8th century to 17th century വരെയൊക്കെ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ ഒരു മിഡീവൽ കാലഘട്ടമാണ്, അത് 12th century to 17th century വരെയാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗിൽഡ്സ്. അപ്പൊ ഇത്രയും കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ, പ്രാചീന ഇന്ത്യ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ ഇന്ത്യ എന്ന രീതിയിൽ ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സോഷ്യൽ വർക്ക് എങ്ങനെയൊക്കെയായിരുന്നു, ഇതെന്തായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്, സോഷ്യൽ വർക്കിന്റെ പൊസിഷൻ എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് മെയിനായിട്ടും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സോഷ്യൽ വർക്ക്, അതായത് ഇന്ത്യയില്, പ്രാചീന ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് സ്പിരിച്വൽ, റിലീജിയസ്, അതേപോലെ തന്നെ കൾച്ചറൽ റൂട്ട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അത് ഓഫ് കോഴ്സ് നേരത്തെ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ UK, US-ലെല്ലാം ഉള്ളതുപോലെ തന്നെ കമ്പാഷൻ, ചാരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെയായിരുന്നു നമുക്ക് ഇവിടെയും നമ്മൾ ഇന്ത്യയിലും സോഷ്യൽ വർക്കിനെ നമുക്ക് ട്രേസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചാരിറ്റി ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ദാനധർമ്മം എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയായിരുന്നു സോഷ്യൽ വർക്കിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് കാലക്രമേണ, അല്ലെങ്കിൽ വെൻ കംസ് ടു സൊസൈറ്റി മുന്നോട്ട് പോകുന്ന അനുസരിച്ച് തന്നെ അതൊരു ഫിലോസഫിക് കോൺസെപ്റ്റിലോട്ടും സോഷ്യൽ കൾച്ചറൽ പ്രാക്ടീസിലോട്ടും ഒക്കെ തന്നെ അത് ഡെവലപ്ഡ് ആയി. പിന്നീട് ഒരു ലേറ്റസ്റ്റ് ഫോം എന്ന രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഓർഗനൈസ്ഡ് വെൽഫെയർ എന്നൊരു ഫൗണ്ടേഷനോട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ തന്നെ എന്തൊക്കെയായിരുന്നു നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഒരു ഫോസ്റ്റർ ചെയ്തിരുന്ന ഒരു ട്രഡീഷണൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സർവീസ്, ചാരിറ്റി, കമ്മ്യൂണിറ്റി വെൽബീങ്ങും ഇതിലെല്ലാം തന്നെ ഊന്നിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു നമ്മുടെ സോഷ്യൽ വർക്ക് ഏൻഷ്യന്റ് ഇന്ത്യയിൽ കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത്. ഇത്രയുമാണ് സോഷ്യൽ വർക്കിന്റെ ഒരു ബേസിക്കൽ ഒരു ഫൗണ്ടേഷണൽ ട്രേസ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വേദിക് കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. 1500 to 500 BC നമുക്കറിയാലോ, വേദങ്ങളുടെ കാലഘട്ടം. ആ ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയും. അത് തന്നെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് തന്നെ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആയിരുന്നു സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. വേദങ്ങൾ പഠിക്കുക. ഫസ്റ്റ് തന്നെ ഋഗ്വേദയാണ്, അതായത് ഏർലിയസ്റ്റ് വേദിക് ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് ഋഗ്വേദയാണ്. അപ്പൊ ഋഗ്വേദത്തിലായിരുന്നു, നമുക്കറിയാം 4 വേദങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഉള്ളത്: ഋഗ്വേദ, അഥർവേദ, സാമവേദ, യജുർവേദ. ഇപ്പൊ ഋഗ്വേദമാണ് ഏർലിയസ്റ്റ് വേദിക് ടെക്സ്റ്റ്. അതിലായിരുന്നു ഈ ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടും ഫസ്റ്റ് പറയുന്നത് ധർമ്മ എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു പറയുന്നത്. ധർമ്മ, അതായത് ദാനം, ധർമ്മ മീൻസ് ഡ്യൂട്ടി, ദാന മീൻസ് ദാനം ചെയ്യുക. ദാനധർമ്മം, അതായത് ദാനം ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. എന്ത് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ ഓഫ് ഓൾ ബീങ്സ്, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വ്യക്തികളുടെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെയും വെൽഫെയറിന് വേണ്ടിയിട്ട് ദാനം ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ധർമ്മമായിരുന്നു എന്ന് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ടെക്സ്റ്റ് ആയിരുന്നു ഋഗ്വേദം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ട്രേസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് തന്നെ ചാരിറ്റി എന്ന ഫോമിലായിരുന്നു ഒരു സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കൺസിഡർ ചെയ്തത്. പിന്നീട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് വസുദൈവ കുടുംബകം. നമുക്ക് വേദിക് പീരീഡ് കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫാമിലി, വേൾഡ് ഈസ് വൺ ഫാമിലി, ലോകം ഒരു കുടുംബം. അതിനകത്ത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം
റേസ്, ജാതിയോ മതമോ വർഗമോ വ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെ ലോകമെല്ലാം ഒരൊറ്റ കുടുംബമാണ്. എല്ലാവരും ഒരൊറ്റ സമൂഹമാണ്. അപ്പൊ ഒരു സമൂഹമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് അഫ്കോഴ്സ് നമ്മുടെ അതൊരു കോമൺ പ്രോബ്ലം ആയിരിക്കും, നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇവിടെ ഒരു വസുദൈവ കുടുംബകം എന്നൊരു കോൺസെപ്റ്റിൽ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിയിലായിക്കോട്ടെ മറ്റു ഓൾറെഡി വെൽഫെയർ ഓഫ് ഓൾ വെൽബീങ്സ്, അതിലൊരു കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യകതയും ഇമ്പോർട്ടൻസും ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധനം, സേവ, ഈ രണ്ട് കാര്യം പറയുന്നുണ്ട്. ചാരിറ്റി, സർവീസ്, നമ്മുടെ സോഷ്യൽ വർക്കിന്റെ മോഡേൺ വെൽഫെയറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്, നമ്മുടെ കോർ വാല്യൂ ആണ് സർവീസ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് വേദിക് പീരീഡിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചാരിറ്റി, ദാനം ചെയ്യുക, ദാനധർമ്മം ചെയ്യുന്നതും അതുപോലെ തന്നെ സേവ എന്ന് പറയുന്നത് രണ്ട് സാക്രഡ് ഡ്യൂട്ടീസ് ആയിരുന്നു കണക്കാക്കുന്നത്. പരിപാവനമായിട്ടുള്ള ഒരു ഡ്യൂട്ടി, ഒരു ചുമതല ആയിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. അപ്പൊ ദാനം, സേവ, ഇത് രണ്ടും ചാരിറ്റി ആൻഡ് സർവീസ് ഹാസ് ബീൻ കൺസിഡർ ആസ് സാക്രഡ് ഡ്യൂട്ടീസ് ഓഫ് ഹ്യൂമൻ ബീങ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വേദിക് പീരീഡ്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇതാണ് ഒരു ഫസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ബേസിക് വളരെ 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 ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോറി. പിന്നെ നമുക്ക് നോക്കേണ്ടത് സോഷ്യൽ വർക്ക് ഡ്യൂറിംഗ് ദി എപ്പിക് പീരീഡ് ആണ്. അതായത് എപ്പിക് കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിനെ എപ്പിക് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് രാമായണ, മഹാഭാരത തുടങ്ങിയ കാലഘട്ടത്തിൽ. അപ്പൊ ഇതിനകത്ത് നമുക്ക് രാമനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാമായണത്തിലാണെന്നുള്ള നമുക്ക് പ്രൊമിനന്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ രാമ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജധർമ്മമാണ്, അതായത് ജസ്റ്റിസ്. ഒരു സമൂഹത്തില്, ഒരു സൊസൈറ്റിയിൽ, ഒരു രാജ്യത്ത് ജസ്റ്റിസും വെൽഫെയറും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു രാജാവിന്റെ ഉത്തരവാദിത്വമാണ്, രാജധർമ്മമാണ്. അപ്പൊ വെൽഫെയർ എന്നൊരു കോൺസെപ്റ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു രാജാവിന്റെ പ്രൈം ഡ്യൂട്ടി ആണ് എന്നാണ് രാമൻ പറയുന്നത്, രാമൻ എംഫസൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വെൽഫെയർ എന്നൊരു കോൺസെപ്റ്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് യുധിഷ്ഠിരനെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളിത് മഹാഭാരതത്തിലൊക്കെ കാണുന്നതാണ്. യുധിഷ്ഠിരൻ എന്താ പറയുന്നത്, അദ്ദേഹം സത്യത്തിന്റെയും നോൺ വയലൻസിന്റെയും അതുപോലെ തന്നെ ചാരിറ്റിയുടെ ഒക്കെ ഒരു വക്താവ് കൂടിയിട്ടായിരുന്നു. സത്യം, നമ്മളിപ്പോ കാണുന്ന നോൺ വയലൻസ്, അഹിംസ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു വക്താവായിരുന്നു യുധിഷ്ഠിർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിതുര എന്താ പറയുന്നത്, അദ്ദേഹം ഫെയർനെസ് ആയിട്ടുള്ളതും അത് എത്തിക്കൽ ഗവേണൻസ്, വെൽഫെയർ പോളിസീസ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്സിന്റെ ഒരു ഭരണ കർത്തവ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്നൊക്കെ അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വിതുര എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണുന്ന ഭീഷ്മ, നമ്മള് മഹാഭാരതം കാണുമ്പോഴത്തേക്കും ഭീഷ്മ എപ്പോഴും പ്രൊട്ടക്ഷൻ, വുമണിന്റെ, സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഭീഷ്മ എന്ന് പറയുന്നത്. പൂവർസ്, അതേപോലെ തന്നെ സാധാരണക്കാരൻ. അപ്പൊ നമുക്ക് മഹാഭാരതത്തിലെ രാമായണത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ പ്രാചീനമായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം സോഷ്യൽ വെൽഫെയറും സോഷ്യൽ വർക്കും സോഷ്യൽ സർവീസും എല്ലാം തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഫോമിന്റെ ഒരു ഏർലിസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫോമിന്റെ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ. രാമായണത്തിലും മഹാഭാരതത്തിലും നമുക്ക് സോഷ്യൽ വർക്കിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമ്മൾ തേർഡ് സെഞ്ചുറിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ബുദ്ധിസവും ജൈനസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധിസത്തിലോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധമതത്തിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കമ്പാഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ്, അതായത് കരുണേനെയാണ് ഇവിടെ കമ്പാഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബുദ്ധന്റെ ഒരു കോൺസെപ്റ്റ് എന്താ, കരുണ എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഐ തിങ്ക് കുമാരനാശന്റെ ആണെന്ന് തോന്നുന്നു കരുണ എന്നൊരു കൃതിയുണ്ട്. അത് ബുദ്ധന്റെ ഒരു ഈ കോൺസെപ്റ്റ് കമ്പാഷൻ എന്നൊരു കോൺസെപ്റ്റിന്റെ ഒരു ഫിഗർ വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹം വരച്ചു വെക്കുന്ന ഒരു കൃതിയാണ് കരുണ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നത്, കമ്പാഷൻ, കരുണ, എല്ലാവരോടും കരുണയുള്ളവരായിരിക്കുക, കമ്പാഷൻ ഉള്ളവരായിരിക്കുക, ആൻഡ് നോൺ അറ്റാച്ച്മെന്റ്, ഉപേക്ഷ എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നോൺ അറ്റാച്ച്മെന്റിന്റെയും കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിസത്തിൽ കാണാനായിട്ട് സാധിക്കുന്ന മൊണാസ്ട്രീസ്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിനെ ബേസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, നീഡഡ് ആയിട്ടുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, ഇതൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബുദ്ധിസം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷന്റെ കാലഘട്ടമാണ്. എന്നിരുന്നാലും ബുദ്ധമതം അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ അദ്ദേഹം കരുണയുടെയും ഉപേക്ഷയുടെയും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷന്റെ ഹെൽത്ത് കെയറിന്റെ ഒക്കെ ഉപജ്ഞാതാവായിരുന്നു. അതാണ് ബുദ്ധിസത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ വർക്കിന്റെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പിന്നീട് നെക്സ്റ്റ് വരുന്നത് ജൈനിസത്തിന്റെ കാലഘട്ടമാണ്. ജൈനിസത്തിന്റെ കാലം ജൈനമതവും നമുക്കിവിടെ അഹിംസ എന്നൊരു കോൺസെപ്റ്റും നോൺ വയലൻസ് എന്നൊരു കോൺസെപ്റ്റും അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ, സ്വയ മിതത്വം, സ്വയ ആത്മ നിയന്ത്രണം, ആ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അഹിംസ, നോൺ വയലൻസ്, ഇതെല്ലാം തന്നെ എന്തുകൊണ്ട് കാര്യം ഇതൊക്കെ എടുത്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം സൊസൈറ്റിയിൽ യുദ്ധത്തിന്റെയും രക്തകലുഷിതമായിട്ടുള്ള വാറിന്റെയൊക്കെ കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു ടൈമിലായിരുന്നു ഇതേപോലുള്ള നോൺ വയലൻസ്, സോഷ്യൽ വെൽഫെയർ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെയായിട്ട് ഈ മതങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ജൈനമതത്തിലെ കമ്മ്യൂണിറ്റീസ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഇപ്പൊ ബുദ്ധിസ്റ്റ് ജെയിൻ പീരീഡ് BC 3rd സെഞ്ചുറിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ സോഷ്യൽ വെൽഫെയറിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന രീതിയിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് ഫിഗേഴ്സ് ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗൗതമ ബുദ്ധനും അതേപോലെ തന്നെ മഹാവീരയും. ഗൗതമ ബുദ്ധന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 483 BC മുതൽ 563 BC കാലഘട്ടമാണ് ഗൗതമ ബുദ്ധന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹമായിരുന്നു സംഘ കമ്മ്യൂണിറ്റി. ഗൗതമ ബുദ്ധനായിരുന്നു മോങ്സിന്റെയും ഈ സന്യസ്തരുടെയും അതുപോലെ തന്നെ മോങ്സിന്റെയും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി സംഘ എന്ന പേരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനും സോഷ്യൽ സർവീസും വരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ ഓർഗനൈസേഷൻസ് എന്ന പോലെ തന്നെ 563 കാലഘട്ടങ്ങളിൽ ഗൗതമ ബുദ്ധൻ സംഘം എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി, മോങ്സിന്റെ നൺസിന്റെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി, അൽമായരുടെയും അതുപോലെ തന്നെ സന്യസ്തരുടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹം ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിക്ക് ആയിട്ടുള്ളവരെയും ഈ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ, നമുക്കറിയാലോ ബുദ്ധമതത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ട് ഗൗതം ബുദ്ധന്റെ ഒക്കെ ഫോളോവേഴ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ഫോളോവേഴ്സ് ആയിട്ട് വരുന്നവരെയൊക്കെ അദ്ദേഹം എന്താ ചെയ്തത്, എന്താ പഠിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്ക് ആയിട്ടുള്ളവരെയും രോഗികളെയും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഡെവലപ്മെന്റ്, അവരുടെയൊക്കെ ഒരു അപ്ലിഫ്റ്റ്മെന്റിനും അവരുടെ ഒരു കെയറിനും ഒക്കെ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിച്ചു. അപ്പൊ അതാണ് ഒരു സോഷ്യൽ വെൽഫെയർ, ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗൗതമ ബുദ്ധന്റെ കാലഘട്ടത്തിൽ. പിന്നീട് നമ്മൾ നോക്കുന്നത് മഹാവീരന്റെ കാലഘട്ടമാണ്, 599-527 BC എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ആനിമൽ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഒരുപാടും ഒരുപാട് എന്താ പറയുക സ്റ്റെപ്സ് എടുത്തു വെച്ചിട്ടുള്ള ആളുകൾ, ഇനിഷ്യേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇക്വാളിറ്റി, തുല്യതയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിലെ സാമൂഹിക തുല്യത, അതുപോലെ തന്നെ ആനിമൽ വെൽഫെയർ, മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾ തടയുക. ഇതുപോലെ നമ്മൾ എടുത്തു കാണേണ്ടുന്നതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഗ്രീൻ സോഷ്യൽ വർക്ക് എന്ന പോലെ ഒരു കോൺസെപ്റ്റ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തു വെച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം, ആ കാലഘട്ടം നോക്കണം, 527-599 BC ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം മുൻപോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സോ മഹാവീര എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊമിനന്റ് ഫിഗർ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് കാലഘട്ടമാണ് മയൂരന്മാരുടെ കാലഘട്ടമാണ്, മയൂരൻ എംപയർ. നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ത്യ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എംപയേഴ്സ് ഭരിച്ചിട്ടുള്ളതായിരുന്നു. ഓരോ കിങ്ഡങ്ങൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള യുദ്ധത്തിലൂടെ രാജ്യം പിടിച്ചെടുക്കുന്നു, അവർ ഭരിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മുടെ രാജ്യം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ 321 മുതൽ 185 വരെയുള്ള BC കാലഘട്ടം എന്ന് പറയുന്നത് മയൂരന്മാരുടെ കാലഘട്ടമാണ്. അപ്പൊ മയൂരന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് വെൽഫെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു കാലഘട്ടമാണ്. വെൽഫെയർ എന്നൊരു നീതി, വെൽഫെയർ എന്നൊരു കോൺസെപ്റ്റ് കുറെ കൂടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആകുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് അശോകൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് അശോക, ധർമ്മത്തിന്റെയും അല്ലെങ്കിൽ എന്താ പറയുക വെൽഫെയറിന്റെയും ഒക്കെ ഒരു വലിയ വ്യക്താവ് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന ഒരാളാണ് അശോക കിങ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് അശോക, അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോറൽ ആയിട്ടുള്ള ദമ്മ എന്നായിരുന്നു പറയുന്നത്. അഡ്വക്കേറ്റ് ഫോർ സോഷ്യൽ വെൽഫെയർ ത്രൂ മോറൽ ലോ, മോറൽ ലോയിലൂടെ സോഷ്യൽ വെൽഫെയർ ഉറപ്പുവരുത്തുക. ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ്, ഒരുപാട് ആതുരാലയങ്ങൾ, ഹോസ്പിറ്റൽസുകൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ വെറ്റിനറി ക്ലിനിക്സുകൾ, മൃഗങ്ങളുടെ ക്ഷേമം അദ്ദേഹം ഉറപ്പുവരുത്തുന്നുണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് വെറ്റിനറി ക്ലിനിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നീട് റെസ്റ്റ് ഹൗസുകൾ, നമ്മളിപ്പോൾ കാണുന്ന ടൈപ്പിലുള്ള ഷെൽട്ടർ ഹോംസ് എന്ന പോലെ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോം എന്ന പോലെയൊക്കെ റെസ്റ്റ് ഹൗസുകളൊക്കെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്രക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചത് മയൂരന്മാരുടെ കാലഘട്ടത്തിലാണ്. പിന്നീട് എന്ത് സംഭവിച്ചു, പിന്നീട് ഈ നമ്മള് മഹാവീരൻ തുടങ്ങിയ പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് പോലെ തന്നെ ഒരുപാട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻസ് അദ്ദേഹം നോക്കുന്നുണ്ട്. ട്രീസ് ഒരുപാട്
അദ്ദേഹം പ്ലാൻ ചെയ്തു, ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അതുപോലെ തന്നെ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ നോക്കേണ്ട കാലഘട്ടമാണ്. ഒരുപാട് കിണറുകളും ജലസേചന പദ്ധതികൾക്ക് ഇതെല്ലാം തന്നെ പബ്ലിക് വെൽഫെയർ, പബ്ലിക് ബെനിഫിറ്റ്സിന് ഉതകുന്ന തരത്തിൽ ഇതിനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു, നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇദ്ദേഹവും നമ്മുടെ ജൈനമതത്തിന്റെ ഒക്കെ ഒരു ഫോളോവർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കമ്പാഷൻസ്, നോൺ വയലൻസ് ഈ ഒരു കോൺസെപ്റ്റിലായിരുന്നു അദ്ദേഹം മുൻപോട്ട് നീങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഗ്രേറ്റ് ചക്രവർത്തി, അശോക ദ ഗ്രേറ്റ് എന്ന് നമ്മളെല്ലാവരും പറയുന്നത്. ഗ്രേറ്റ് മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുന്നത് അശോകനെ ഗ്രേറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിന് കാരണം അതാണ്. കമ്പാഷനും നോൺ വയലൻസും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. ഇതിലൂടെ എല്ലാം തന്നെ അദ്ദേഹം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്തു. സോ മയൂരൻ എംപയർ നമ്മൾ നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലഘട്ടമാണ്. പിന്നീട് നമ്മൾ വരുന്നത് 4th 6th സെഞ്ചുറിയിലെ ഗുപ്തന്മാരുടെ കാലഘട്ടമാണ്. ഗോൾഡൻ ഏജ് എന്ന് അറിയപ്പെടുന്ന കാലഘട്ടം, ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന കാലഘട്ടമാണ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഒരുപാട് അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് സാക്ഷ്യം വഹിച്ചൊരു കാലഘട്ടമാണ് ഗുപ്തന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അഡ്വാൻസ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലാണെങ്കിലും ആരോഗ്യത്തിന്റെ മേഖലയിലാണെങ്കിലും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഒരു റാപ്പിഡ് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡെവലപ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, എഡ്യൂക്കേഷന് ഫോക്കസ് കൊടുത്തു, ആരോഗ്യ മേഖലയിൽ ഫോക്കസ് കൊടുത്തു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് ഫോക്കസ് കൊടുത്തു. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടെമ്പിൾസ്, റിലീജിയസും എല്ലാം തന്നെ ഫ്രീ ഫുഡ്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ എയ്ഡ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു കാലഘട്ടം നമ്മൾ എടുത്തു നോക്കേണ്ടത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് കാണുന്നത്. അതായത് റിലീജിയസ് ബേസ് ചെയ്തിട്ട് ഫ്രീ ഫുഡ്, അന്നദാനം പോലുള്ള കാര്യഘട്ടങ്ങൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസ്, മെഡിക്കൽ എയ്ഡ് ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്താ സംഭവിക്കുന്നത്, സൊസൈറ്റിയിൽ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആവാനായിട്ട് തുടങ്ങി, സൊസൈറ്റിയിലെ ജനങ്ങൾ അവെയർ ആവാൻ തുടങ്ങി, എഡ്യൂക്കേറ്റഡ് ആവാനായിട്ട് തുടങ്ങി. അത് ടെമ്പിൾസ് ബേസ് ചെയ്തും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബേസ് ചെയ്തായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ കൈൻഡ് ഓഫ് റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈനോറിറ്റിക്ക് ആയിക്കോട്ടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അക്സെപ്റ്റഡ് ആണ്. ഓരോ മൈനോറിറ്റിക്കും ഓരോ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു വിത്ത് പാകിയത് ഗുപ്തന്മാരുടെ കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരും. ഇതിൽ മേജർ ആയിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തനാണ്. ചന്ദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആർട്സ് ആൻഡ് സയൻസ് പാട്രോൺജിൻസിനെയൊക്കെ അദ്ദേഹം എൻകറേജ് ചെയ്തു. സബ്ജക്ട്സിൽ ആർട്സ്, സയൻസ് പോലുള്ള കാര്യത്തിന് ഇൻജെക്ട് ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് വെൽഫെയർ. അതോടൊപ്പം തന്നെ ത്രൂ പ്രൊമോട്ട് പബ്ലിക് വെൽഫെയർ, സാമൂഹിക തുല്യത, പബ്ലിക് വെൽഫെയർ, സാമൂഹിക ജനക്ഷേമം, അതിനും അദ്ദേഹം വളരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര്യഭട്ടേനെയാണ്. ആര്യഭട്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്, നമുക്കറിയാമല്ലോ മാത്തമാറ്റിക്സിന്റെയും ആസ്ട്രോണമിയുടെയും എല്ലാം തന്നെ വളരെ കോൺട്രിബ്യൂട്ടർ ആണ് ആര്യഭട്ട എന്ന് പറയുന്നത്. അപ്പോൾ ആര്യഭട്ട ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്തു. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു ആര്യഭട്ടയൊക്കെ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ മാത്സിലും ആസ്ട്രോണമി, ജ്യോതിഷത്തിലൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലിയ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു കാലഘട്ടം സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടതാണ്. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭക്തി മൂവ്മെന്റിന്റെ കാലഘട്ടമാണ്. 8 മുതൽ 17th സെഞ്ചുറി, 8 through 17th സെഞ്ചുറിയിലാണ് ഈ ഒരു കാലഘട്ടം കാണാനായിട്ട് സാധിക്കുന്നത്. സോഷ്യൽ റീഫോമും ഇക്വാളിറ്റിക്കും ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു പ്രൈം ഫോക്കസ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഭക്തി മൂവ്മെന്റ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഭക്തി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഭക്തിക് സയൻസ് മെയിൻ ആയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലോട്ടൊക്കെ സൊസൈറ്റി കുറെ കൂടെ ഡെവലപ്ഡ് ആയിട്ട് വന്നപ്പോഴത്തേക്കുമാണ് പിന്നീട് ഹൈറാർക്കിക്കൽ സിസ്റ്റംസ് വരാനായിട്ട് തുടങ്ങി. കാസ്റ്റ് ബേസ്ഡ് ഹൈറാർക്കികളൊക്കെ വരാനായിട്ട് തുടങ്ങി. അതായത് ബ്രാഹ്മിൻസ് ഓക്യുപ്പൈഡ് ഇൻ ദി ടോപ്പ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി, സോ ശൂദ്രാസ് ബിക്കം ദി ലോവർ ബോട്ടം ഓഫ് ദി സൊസൈറ്റി. അപ്പൊ എന്ത് സംഭവിച്ചു, കാസ്റ്റ് ഹൈറാർക്കി വരുമ്പോഴത്തേക്ക് അവിടെ എന്താ ചൂഷണം ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഭക്തി സയൻസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ഹൈറാർക്കിനെ നിശ്ചിതമായിട്ട് ഒരു റിജക്ട് ചെയ്യുകയും ചെയ്തു, അതിനെ ഒരു വിമർശിക്കുകയും ചെയ്തു. അതിനെതിരായിട്ട് നിന്നുകൊണ്ട് ഇവരെന്ത് ചെയ്തു, സോഷ്യൽ ഇന്റഗ്രേഷനും അതുപോലെ തന്നെ സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ചു. ത്രൂ ലവ്, കമ്പാഷൻ, ഇക്വാലിറ്റി ഇൻ സർവീസുകൾ, സ്നേഹം, കരുണ, അനുകമ്പ, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ അവർ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. അതാണ് സോഷ്യൽ റീഫോമിന്റെ കാലഘട്ടമാണ്. നമുക്കറിയാലോ സോഷ്യൽ റീഫോം നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പറയുകയുണ്ടായി സോഷ്യൽ റീഫോംസിന് എല്ലാത്തിന്റെ ലക്ഷ്യം എന്താ, ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർക്കുക, അല്ലെങ്കിൽ ഈ ബ്രാഹ്മിൻസിന്റെ കാസ്റ്റ് ഹൈറാർക്കി സിസ്റ്റത്തിനെ ഒപ്രോസ് ചെയ്യുക, അതിനെന്താ പറയുക, അതിനെതിരെ മീൻസ് അതിന് എതിരെ പ്രവർത്തിക്കുക. ഈ കാസ്റ്റിന്, ബ്രാഹ്മിൻസിന്റെ ഒരു കാസ്റ്റ് ഹൈറാർക്കിനെ റിജക്ട് ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതൊക്കെ ആയിരുന്നു എല്ലാ സോഷ്യൽ റീഫോമിന്റെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം.
അത് ഭക്തി മൂവ്മെന്റ് കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു. അപ്പോൾ ഓർത്തു വെക്കുക, 8-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഈ കാസ്റ്റ് ഹൈറാർക്കി, ബ്രാഹ്മിൻസിന്റെ ഒരു കാസ്റ്റ് ഹൈറാർക്കി, ഒരു ടോപ്പ് പൊസിഷൻ വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് എന്താ നോക്കുക വെച്ച് കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിനെ അവരെ എംഫസൈസ് ചെയ്തു. അതായത് എല്ലാ ഒരു സുപ്രീം ഡിനൈറ്റി, ഇപ്പൊ വിഷ്ണു ആയിക്കോട്ടെ, ശിവൻ ആയിക്കോട്ടെ, ശക്തി ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒരൊറ്റ സുപ്രീം ഡിനൈറ്റി ആണ്. എല്ലാത്തിനെയും പല രീതിയിൽ അല്ലെങ്കിൽ പല പേരിട്ടാണ് ആരാധിക്കുന്നത്. അപ്പൊ അവരെന്താ വൺ സുപ്രീം ഡൈറ്റിന്, ഒരു ഏകദൈവ വിശ്വാസം എന്നൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് വാദിച്ച ഒരു ബഹുദൈവ ആരാധന എന്നതിനേക്കാൾ ഉപരി സുപ്രീം ആയിട്ടുള്ള ഒരു ഡേറ്റ്, ഏകദൈവത്തിൽ വിശ്വസിക്കണം എന്നൊരു കോൺസെപ്റ്റ് എംഫസൈസ് ചെയ്തിട്ടുള്ള ഭക്തി മൂവ്മെന്റ്സിന്റെ കാലഘട്ടത്തിലായിരുന്നു. നമ്മൾ കാണുന്ന പോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെ ശക്തമായിട്ട് അവര് ക്രിട്ടിസൈസ് ചെയ്യുകയും ഇക്വാലിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് അവർ വാദിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള എന്താ പറയുക, റിജിഡ് ആയിട്ടുള്ള റിലീജിയസ് ഓർത്തഡോക്സിറ്റിനെയും ബ്രാഹ്മണന്റെ ഡോമിനൻസിനെയൊക്കെ ശക്തമായിട്ട് അവർ എതിർക്കുകയുണ്ടായി. അപ്പൊ ഒരു സോഷ്യൽ റീഫോം എന്ന രീതിയിലോട്ട് ഡെവലപ്ഡ് ആവുന്ന ഒരു കാലഘട്ടമായിരുന്നു ഭക്തി മൂവ്മെന്റ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 18 to 17 സെഞ്ചുറിയിൽ വളരെ വലിയൊരു സോഷ്യൽ റീഫോമും സാമൂഹ്യ തുല്യത, ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു കാലഘട്ടത്തിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്തൊക്കെയായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കബീറിനെയാണ്. 1442 1582 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അവരെന്താ ചെയ്തത്, സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ എതിരെ ക്രിട്ടിസൈസ് ചെയ്തു. അതുപോലെ തന്നെ യുണൈറ്റ്, എല്ലാ മതങ്ങളിലും റിലീജിയൻസ് എമോങ് യുണൈറ്റ്, തുല്യത, ഒരു ഒത്തൊരുമ, എല്ലാം തന്നെ വാദിച്ച വ്യക്തിയായിരുന്നു കബീർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഗുരുനാനാക്കിനാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാലഘട്ടം ഗുരുനാനാക്കിന്റെ കാലഘട്ടം കൂടിയായിരുന്നു നമ്മുടെ ഈ ഭക്തി മൂവ്മെന്റ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സിഖ് മതത്തിന്റെ സ്ഥാപകം. ഇതിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ്, അതിനെ സേവ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വാലിറ്റി ആൻഡ് വെൽഫെയർ, ഇതിന് വേണ്ടിയിട്ട് എംഫസൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വാദിച്ചിട്ടുള്ള ഒരു വക്താവും കൂടിയിട്ടായിരുന്നു ഗുരുനാനക് എന്ന് പറയുന്നത്. സിഖ് മതത്തിന്റെ സ്ഥാപകനായിരുന്നു. തുല്യത, അതുപോലെ തന്നെ മാനവ സേവ, ക്ഷേമം, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമായിരുന്നു. പിന്നെ ബാസവണ്ണയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു സോഷ്യൽ റീഫോമർ ആയിരുന്നു. ഇദ്ദേഹം കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ വർക്കേഴ്സ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ബാസവണ്ണ എന്ന് പറയുന്നത്. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ ശക്തമായിട്ട് വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബാസവണ്ണ എന്ന് പറയുന്നത്. സോ ഇത്രയുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് മിഡീവൽ പീരീഡിലോട്ടാണ്, ഒരു മധ്യ കാലഘട്ടം എന്ന് പറയാം. ആ ഒരു കാലഘട്ടത്തിൽ മിഡീവൽ കാലഘട്ടം 12 to 17 സെഞ്ചുറിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസിന്റെ ഒരു എവല്യൂഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഒരു എവല്യൂഷൻ മാത്രമല്ല, അത് സോഷ്യോ കൾച്ചറലും സാമൂഹിക മേഖലയിലും മതപരമായിട്ടുള്ള മേഖലയിലും പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലും എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെ അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസിന്റെ ഒക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു എവല്യൂഷൻ ആണ് ഈ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു, റിലീജിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇൻഫോർമൽ രീതിയിൽ അത് ഡെവലപ്ഡ് ആവാനായിട്ട് തുടങ്ങി. അതായത് റിലീജിയസ് ടീച്ചിങ്സും ഫിലാന്ത്രോപ്പി, കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ വർക്കും ഈ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ വർക്ക് അങ്ങനെയായിരുന്നു. അതായത് അത് ഫോർമൽ അല്ല, ബട്ട് ഒരു ഇൻഫോർമൽ രീതിയിൽ റിലീജിയസ് പ്രാക്ടീസ്, റിലീജിയസ് ടീച്ചിങ്സ് അവിടെ നടക്കുന്നുണ്ട്. ഫിലാന്ത്രോപ്പി, അതായത് എന്താ പറയുക, നമുക്ക് മാനുഷിക ഒരു ജനസ്നേഹ പ്രവൃത്തി, ജനക്ഷേമ പ്രവൃത്തി, ഇതെല്ലാം കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിനൊക്കെ തന്നെ കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റിയും ഉണ്ട് എന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. പിന്നെ നമുക്ക് സാധിക്കുന്ന എന്താ വെച്ചാൽ റിലീജിയൻ പ്ലേ സെൻട്രൽ റോളും, അതായത് നമ്മൾ നേരത്തെ UK-യിലും US-ലും ഒക്കെ കണ്ടതുപോലെ തന്നെ അവിടെ ചർച്ച ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു, റിലീജിയൻ പ്രൊമിനന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജിലോട്ട് വന്നു. ചാരിറ്റി ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം തന്നെ ചെയ്യുന്നത് റോളും, അതെല്ലാം തന്നെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു ചാലക ശക്തി, ഒരു പ്രേരണ ശക്തിയായിട്ട് റിലീജിയൻ എത്തുകയുണ്ടായി. ഇവിടെ നമുക്ക് നോക്കുന്നത് എന്താ, പിന്നീട് കാലഘട്ടത്തിലോട്ട് കാണിക്കുന്നത് ഹിന്ദുമതം ആയിക്കോട്ടെ, ഇസ്ലാം മതം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മതം ആയിക്കോട്ടെ, ജൈനമതമായിട്ട് ബുദ്ധമതം ആയിക്കോട്ടെ, ഇവരെല്ലാ മതങ്ങളും തന്നെ കമ്പാഷൻ, അനുകമ്പയുടെയും അതുപോലെ തന്നെ ദാനധർമ്മത്തിന്റെയും ഇമ്പോർട്ടൻസ്, ഈ ദാനധർമ്മങ്ങളുടെയൊക്കെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ സംരക്ഷണവും അവരുടെ കെയറിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിന് വേണ്ടി വാദിക്കുന്നുണ്ട്. ഭക്തി മൂവ്മെന്റ്, സൂഫി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവരെല്ലാം തന്നെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് മാനവികത മുൻനിർത്തി
പ്രവർത്തിച്ചിട്ടുള്ള, അതായത് മാനവികതയാണ് ദൈവാരാധന എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് മുൻപോട്ട് വെച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. മിഡീവൽ പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് ഇൻഫോർമൽ രീതിയിൽ കുറെ കൂടെയൊക്കെ ഡെവലപ്ഡ് ആവുന്ന ഒരു കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗിൽഡ്സ് ആണ് ഈ ഒരു കാലഘട്ടത്തിലോട്ട് വരുമ്പോഴത്തേക്കും സോഷ്യൽ വെൽഫെയറും അല്ലെങ്കിൽ റോള്, സോഷ്യൽ വർക്കിന്റെ ഒക്കെ ഒരു റോൾ എന്ന് പറയുന്നത് കുറെ ഒരു വെൽഫെയർ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു പൈവറ്റൽ റോളിലോട്ട് എത്തുന്ന രീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ, റിലീജിയസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ഉള്ള ഓർഗനൈസേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ടാണ് വരുന്നത്. ഇതൊരു സ്ട്രക്ചർ, ഇവർ എന്ത് ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ this structure provide institutional guild structure provide a framework for mutual aid, community development and social justice and addressing the need of individual and group in largely unstructured society. ഒരു ഒത്തൊരുമയോടുകൂടി, മ്യൂച്വൽ എയ്ഡോടുകൂടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ആവശ്യകത, സാമൂഹിക നീതി എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ മുൻനിർത്തി ഈ ഒരു 3 കാര്യങ്ങൾ ഒരു ഫ്രെയിം വർക്ക് എന്ന രീതിയിൽ മുൻനിർത്തിക്കൊണ്ട് ഇൻഡിവിജ്വൽസിന് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളതും അൺസ്ട്രക്ചർഡ് ലാർജ് ഗ്രൂപ്പ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ലാർജ് ഗ്രൂപ്പിന്റെ ആവശ്യങ്ങളെയൊക്കെ അവർ അഡ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതൊക്കെ തന്നെ അവർ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് നമുക്ക് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേറ്റ്, അതായത് കളക്റ്റീവ് ആക്ഷന്റെയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ പഠിക്കുന്നതാണ് കളക്റ്റീവ് ആക്ഷൻ, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന ടേംസ് എന്ന കോൺസെപ്റ്റ് ഒക്കെ തന്നെ. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗിൽഡ്സിന്റെ കാലഘട്ടത്തിലായിരുന്നു അവർ കളക്റ്റീവ് ആക്ഷന്റെയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസിന്റെയൊക്കെ ഇമ്പോർട്ടൻസും അതിലൂടെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് സോഷ്യൽ ചലഞ്ചസ്, സാമൂഹിക വെല്ലുവിളിയും സാമൂഹിക പ്രശ്നങ്ങളെയൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അഡ്രസ് ചെയ്യാം എന്ന് കൂടി പറഞ്ഞു വെക്കുന്ന ഒരു കാലഘട്ടമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. സോ ഇതൊരു സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള, സോഷ്യൽ വർക്കിനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തൊരു കാലഘട്ടമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗിൽഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗിൽഡ് ബേസ്ഡ് സോഷ്യൽ വർക്ക് നോക്കുമ്പോഴത്തേക്കും ഇസ്ലാമിക് വേൾഡിലോട്ടാണ് വരുന്നത്. വഖഫ് എസ്റ്റാബ്ലിഷ് ആയ ഒരു കാലഘട്ടത്തിലാണ്. വഖഫ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു വെൽത്തി ഇൻഡിവിജ്വൽസ്, ഒരു ഗ്രൂപ്പ്, അതായത് നമ്മൾ നേരത്തെ സിഒ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ നമ്മൾ UK US നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിച്ച് ആയിട്ടുള്ള പീപ്പിൾസിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് കളക്ഷൻ ഓഫീസേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു. അതേപോലൊരു കോൺസെപ്റ്റ് ആണ് വഖഫ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് മതത്തിൽ, മുസ്ലിം മതത്തിൽ റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്നും ടാക്സ് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ആ ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എഡ്യൂക്കേഷൻസിനും, ഹെൽത്ത്, വിദ്യാഭ്യാസത്തിനും, ആരോഗ്യ മേഖലയിലും, അതുപോലെ തന്നെ ഈ വ്യക്തികൾ, സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള വ്യക്തികളുടെ റിലീഫ് വർക്കിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായിരുന്നു ഇസ്ലാമിക് വേൾഡിന്റെ വഖഫ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗിൽഡ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മെമ്പേഴ്സിന്, ഇപ്പൊ വിഡോസ്, എന്താ പറയുക, അഗതികളായിട്ടുള്ളവരും അതുപോലെ തന്നെ വിധവകളായിട്ടുള്ളവരും അനാഥരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഇവരെന്ത് ചെയ്തു, ഇതിലെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തു. അവർക്ക് എന്താ സപ്പോർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നതിനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലുമൊക്കെ ഉപരി പഠനത്തിനോ എന്ത് കാര്യങ്ങൾക്കൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളിപ്പോൾ കാണുന്ന സംഘത്തിൽ നിന്ന് ലോൺ കൊടുക്കുന്നത് പോലെ തന്നെ അവർ ഈ ഒരു കാലഘട്ടത്തിൽ ലോൺ പ്രൊവൈഡ് ചെയ്തു, സാമ്പത്തിക സഹായം പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത്രയാണ് ഇസ്ലാമിക് വേൾഡ് നമുക്ക് കാണാനായിട്ടുള്ളത്. ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതേ കോൺസെപ്റ്റ് തന്നെ ധർമ്മശാലകൾ കാണാനായിട്ട് സാധിക്കുന്നു. ധർമ്മശാലയും അന്നഛത്രവും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീഫ്, ഇപ്പൊ ട്രാവലേഴ്സ്, യാത്രക്കാരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ റിലീഫ് ധർമ്മശാല നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധർമ്മശാലകൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ നോർത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞു. അപ്പൊ അതെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സപ്പോർട്ടായിരുന്നു കൊടുക്കുന്നത്. അതിലുള്ള മെമ്പേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്നു. ഒക്യുപ്പേഷണൽ ഗിൽഡ്സ്, വില്ലേജ് ലെവലായിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ധർമ്മശാലയും അന്നഛത്രവും ഒക്കെ നമുക്ക് മെയിനായിട്ട് നോക്കണം. അതൊരു റിലീഫ് ആയിരുന്നു. ട്രാവലേഴ്സ് ആയിക്കോട്ടെ, യാത്രക്കാരായിട്ടുള്ള, അലഞ്ഞിരിഞ്ഞ് നടന്നവരായിക്കോട്ടെ, സാധാരണക്കാരായിട്ടുള്ള, ഇവർക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ ഒരു സത്രം എന്ന രീതിയിൽ, ഛത്രാസ് എന്ന രീതിയിൽ ഒരു ഫോക്കസ് ചെയ്തിരുന്നായിരുന്നു അവർ പറയുന്നത്. ഷോർട്ട് സ്റ്റേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ വയ്യാത്ത വ്യക്തികളൊക്കെ ആയിക്കോട്ടെ, അവർക്ക് ഒരു ഹെൽത്ത് കെയർ, ഒരു മെഡിക്കൽ സപ്പോർട്ട് എന്ന രീതിയിലുള്ള ഒരു ക്ലിനിക് എന്ന പോലുള്ള പ്രാചീന കോൺസെപ്റ്റ്, നമ്മളിപ്പോൾ മോഡേൺ ക്ലിനിക് എന്ന രീതിയിൽ പറയുന്ന പോലെ തന്നെ അതിന്റെ ഒരു ഏർലിയർ കോൺസെപ്റ്റ് അതിനെയായിരുന്നു കാണിക്കുക. അപ്പൊ ധർമ്മശാലകൾക്ക് എസ്റ്റാബ്ലിഷ് ആവുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്, 1 സെക്കൻഡ് പ്ലീസ്, മൈൽ സ്റ്റോൺസ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു മേജർ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ നോക്കാം. ഇത്രയുമാണ് ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു ഡെവലപ്മെന്റ്, ഏൻഷ്യന്റ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേദിക് പീരീഡ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേദിക് പീരീഡിൽ അവർ എന്താ ചെയ്തത്? ധർമ്മം, ദാനം, ധർമ്മം, ചാരിറ്റി, അതായത് മോഡേൺ ചാരിറ്റി ആൻഡ് സേവ, ഇതിന് മൂന്നും എംഫസൈസ് ഒരു കാലഘട്ടമാണ്. അപ്പൊ ദാനം, ധർമ്മം എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് വേദിക് പീരീഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
പിന്നീട് വരുന്ന രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും കാലഘട്ടമാണ്. അവിടെയായിരുന്നു ജസ്റ്റിസ്, സോഷ്യൽ വെൽഫെയർ, നീതി, ഇതെല്ലാം തന്നെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വെൽഫെയർ, പ്രജകളുടെ വെൽഫെയർ ആയിരിക്കണം ഒരു കിങ്ങിന്റെ, ഒരു രാജാവിന്റെ ആദ്യ പരിഗണന എന്നൊക്കെ കാണുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഗൗതമ ബുദ്ധന്റെയും നമ്മുടെ മഹാവീരന്റെയും കാലഘട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഗൗതമിന്റെ കാലഘട്ടത്തിലായിരുന്നു സംഘങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പാഷനും കമ്മ്യൂണിറ്റി ബേസ്ഡ്, മോങ്സിന്റെയും നൺസിന്റെയും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി സംഘം എന്ന് പറയുന്നത്, അവരെന്ത് ചെയ്തു, കമ്പാഷന്റെയും അതുപോലെ തന്നെ നോൺ വയലൻസിനെയൊക്കെ ടീച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. മഹാവീരന്റെ കാലഘട്ടത്തിലാണ് അഹിംസ, നമ്മൾ ഗാന്ധിജി ഫോളോ അപ്പ് ചെയ്യുന്ന അഹിംസ, സാമൂഹിക തുല്യത, ഇതിനെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഈ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഒരു മോഡേൺ രീതിയിലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ സൊസൈറ്റിയിലെ അനാർക്കിനെയും സൊസൈറ്റിയിലെ സോഷ്യൽ പ്രോബ്ലത്തിനെയൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് മയൂരന്മാരുടെ കാലഘട്ടമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രേറ്റ് എംപറർ അശോക ചക്രവർത്തിയുടെ കാലഘട്ടമാണ്. അദ്ദേഹമായിരുന്നു വെൽഫെയർ പ്രോഗ്രാംസ്, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റിന് വേണ്ടി ട്രീ പ്ലാന്റേഷൻസ്, വെറ്റിനറി ക്ലിനിക്സ്, ഇതൊക്കെ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് എംപറർ അശോകന്റെ കാലഘട്ടത്തിലായിരുന്നു, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ അശോകന്റെ ധമ്മ പോളിസി, അദ്ദേഹത്തിന്റെ ധർമ്മ പോളിസി എന്ന് പറയുന്നത് നോൺ വയലൻസ്, അനിമൽ വെൽഫെയർ, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെയാണ്. അനിമൽ വെൽഫെയർ എത്രത്തോളം അദ്ദേഹം കോൺസെപ്റ്റ് കൊടുക്കുന്നു എന്നൊരു കഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. ഒരു പരന്തിന്റെയും പ്രാവിന്റെയും കഥ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പരുന്തിന് മാംസം വേണം, പ്രാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം മാംസം അറുത്ത് കൊടുക്കുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹം അത്രക്ക് വലിയ ഒരു എന്താ പറയുക സ്നേഹിയായിരുന്നു എന്നാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നല്ല, പക്ഷെ അത്രക്ക് സ്നേഹിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് അശോകറിന് പറയാനായിട്ടുള്ളത്. അദ്ദേഹം നോൺ വയലൻസിന്റെയും ആനിമൽ വെൽഫെയറിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. സോഷ്യൽ ജസ്റ്റിസിനും അദ്ദേഹം അതിലൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന മോഡേൺ ആനിമൽ വെൽഫെയർ ബോർഡും ആനിമൽ വെൽഫെയർ ആക്ട്സ് ഒക്കെ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു കണ്ടിന്യൂറ്റി ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഗുപ്തന്മാരുടെ കാലഘട്ടമാണ് നമ്മുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു എഡ്യൂക്കേഷൻസ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി വെൽഫെയർ സിസ്റ്റം ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെവലപ്ഡ് ആവുന്നത്. പിന്നെ ഭക്തി മൂവ്മെന്റ്സിന്റെ കാലഘട്ടമാണ്. ഭക്തി മൂവ്മെന്റ്സിന്റെ കാലഘട്ടത്തിൽ മെയിനായിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് കാസ്റ്റ് ഹൈറാർക്കിനെയും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, അതുപോലെ തന്നെ ബ്രാഹ്മണൻസിന്റെ പ്രീഡോമിനൻസിന്റെ സൊസൈറ്റി, ഡൊമിനൻസ് ഇൻ ദ സൊസൈറ്റിനെയൊക്കെ ശക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും തുല്യതയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്തു. എല്ലാവരും ഈക്വാലിറ്റി ആയിരിക്കണം, സൊസൈറ്റിയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, റിലീജിയസിനുള്ളിൽ തന്നെ, മതത്തിനുള്ളിൽ തന്നെ റിലീജിയസ് ഹാർമണിയും യുണൈറ്റി ഒക്കെ കൊണ്ടുവരണം എന്ന് വാദിച്ച ഒരു കാലഘട്ടമാണ് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തിനൊക്കെ അവർ കോൺസെപ്റ്റിനൊക്കെ വേണ്ടി വാദിക്കുന്നുണ്ട്. പിന്നീട് 12th സെഞ്ചുറി സീലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സക്കാത്ത്, ഇസ്ലാമിക് റൂളേഴ്സിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വഖഫ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി, വഖഫ് പറഞ്ഞിട്ടുണ്ടായി. വഖഫിനകത്ത് തന്നെ സക്കാത്ത് എന്നൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായി. അതായത് സക്കാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനധർമ്മം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എൻഡോമെന്റ്സ്, വഖാഫിൽ നമ്മൾ അറിയാലോ, വഖാഫ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമരരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഫണ്ട് അല്ലെങ്കിൽ പണവോ എന്തോ പിരിച്ചെടുത്തിട്ട് അത് വെൽഫെയറിന് വേണ്ടിയിട്ട് വെൽഫെയറിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വഖഫ് എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്ന ആംസ് ഗിവിംഗ് ആണ്, ചാരിറ്റിനെയാണ്, ചാരിറ്റബിൾ സംഭാവനയാണ് വഖഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഗുരുനാനാക്കിന്റെ കാലഘട്ടം, സിഖ് മതത്തിന്റെ സ്ഥാപകൻ ഗുരുനാനാക്കാണ്. അദ്ദേഹം സർവീസിനും ഇക്വാളിറ്റിക്കും വേണ്ടിയിട്ട് വാദിച്ചിട്ട ഒരു വ്യക്തിയാണ്. പിന്നീട് നമുക്ക് കാണാൻ അക്ബറിനാണ്. അക്ബറിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇൻക്ലൂസീവ് ആയിട്ടുള്ള പോളിസികളും വെൽഫെയർ സ്കീംസും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ട് വിഡോസിനും ഓർഫൻസിനും പോവേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള പോളിസികളും വെൽഫെയർ മെഷേഴ്സും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് അക്ബറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. വിഡോസിന്റെ എഡ്യൂക്കേഷൻസിന് അതുപോലെ തന്നെ അവർക്കുള്ള നമ്മൾ നേരത്തെ ലോൺസ് കൊടുക്കുന്ന പ്രോസസ്സ്, അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇത്രയുമാണ് സോഷ്യൽ വർക്കിന്റെ ഒരു ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ച് പ്രൊമിനൻസ് ആയിട്ടുള്ള ഫിഗേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഋഷീസ്, അതായത് വശിഷ്ഠ, വിശ്വമിത്ര, യജ്മാല്യ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെയും അതുപോലെ തന്നെ എത്തിക്കൽ ലിവിങ്സിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് ഒരുപാട് പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ കിങ് ജനക, അദ്ദേഹം ഫിലോസഫർ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. അദ്ദേഹം എന്ത് ജസ്റ്റിസിനും നീതിക്കും വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് വായിച്ചിട്ടുള്ളതാണ്. പിന്നെ രാമന യുധിഷ്ഠിരൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എത്തിക്കൽ ഗവേൺസിന്റെയും ചാരിറ്റിന്റെയും റോൾ മോഡൽസ് ആണ്. വിദുര, ഭീഷ്മ, ഇവരെയൊക്കെ നമുക്ക് മഹാഭാരതത്തിലൊക്കെ രാമായണത്തിലൊക്കെ നമ്മൾ കണ്ടുപറയുന്നുണ്ട്. അദ്ദേഹം ഫെയർനെസ് ആയിട്ടുള്ളതും ഈക്വൽ ജസ്റ്റിസ്, പ്രൊട്ടക്ഷൻ ഓഫ് ദി മാരലൈസ്ഡ് വുമൻസ് ഓൾസോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നിലനിന്നിട്ടുള്ള വ്യക്തിയാണ്. ഗൗതമ ബുദ്ധ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകി അദ്ദേഹം സംഘത്തിന്റെ സ്ഥാപകനായിരുന്നു. അതിലൂടെ എഡ്യൂക്കേഷൻ സോഷ്യൽ സർവീസിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. മഹാവീര നമ്മൾ പറഞ്ഞു ഓൾറെഡി,
ജനമതത്തിന്റെ സ്ഥാപകൻ, നോൺ വയലൻസ് ആൻഡ് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് അശോക ഗ്രേറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ദമ്മ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടുള്ള വ്യക്തിയാണ്. കബീർ കാസ്റ്റ് സിസ്റ്റത്തിനേക്ക് നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. യുണൈറ്റി ആൻഡ് ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഗുരു നാനാക്കിന്റെ കാലഘട്ടം, ഇത് നമ്മളൊരു പ്രൊമനന്റ് ഫിഗേഴ്സിനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ മൈൽ സ്റ്റോൺ നമ്മൾ ഇവരെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരു നാനാക്ക് സിഖ് മതത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹം സേവ, സർവീസ്, ഇക്വാലിറ്റിക്ക് വേണ്ടി വായിച്ചു. പിന്നെ അക്ബർ ദ ഗ്രേറ്റ്, അദ്ദേഹം ഇൻക്ലൂസീവ് ഗവൺമെന്റ്സും വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും ക്ഷേമം എന്ന കോൺസെപ്റ്റിന് വേണ്ടി വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഇത്രയൊക്കെയാണ് സോഷ്യൽ വർക്കിന്റെ ഒരു ഏൻഷ്യൻ രൂപം എന്ന് പറയുന്നത്. സോഷ്യൽ വർക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ ഒരു സോഷ്യൽ വെൽഫെയറിന്റെ രൂപത്തിലായിരുന്നു സോഷ്യൽ വർക്ക് നിന്നിരുന്നത് നമുക്ക് പറഞ്ഞു നോക്കാം. പിന്നീട് നോക്കുമ്പോഴത്തേക്കും ഏൻഷ്യൻ ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എന്ന് വെച്ചാൽ ഒരു ബ്ലെൻഡഡ് ആയിരുന്നു. നമ്മൾ നേരത്തെ യു കെയിലും യു എസിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ റിലീജിയസ് ആയിട്ട് റിലീജിയനുമായിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. ഒരുപാട് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബുദ്ധമതത്തിന്റെയും മഹാവീരന്റെയും അശോക്, അക്ബർ ഇവരുടെയൊക്കെ തന്നെ ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഡിവൻ പ്രാക്ടീസും കൂടിയായിരുന്നു. സമൂഹത്തിലെ വെൽഫെയറിന് ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നു. പിന്നീട് ഇതൊരു ഓർഗനൈസ്ഡ് എഫോർട്ടും കൂടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് വർക്കും കൂടിയിട്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഒരു ഏൻഷ്യൻ ഇന്ത്യയിലെ ഈ ഒരു എഫോർട്സ് ഒക്കെ ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ട് വർക്കാണ് മോഡേൺ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് ഇവരൊക്കെ മുൻപോട്ട് വെച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇവരുടെയൊക്കെ എഫോർട്സ് ഒക്കെ ആയിരുന്നു ഒരു മോഡേൺ സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യയിൽ നമ്മളിപ്പോൾ കാണുന്ന സോഷ്യൽ വർക്കിലോട്ട് ഒരു ഡെവലപ്ഡ് ആകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് ആയിരുന്നു ഒരു ഫൗണ്ടേഷൻ. സോ അവരെല്ലാം തന്നെ ഒരു ഏർലിയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏർലിയർ സോഷ്യൽ വർക്ക്, ഈ സോഷ്യൽ വെൽഫെയർ എല്ലാം തന്നെ അവർ മുമ്പോട്ട് വെച്ചിരുന്ന കോൺസെപ്റ്റ്, ആത്യന്തികമായിട്ട് അവർ മുമ്പോട്ട് വെച്ചിരുന്ന കോൺസെപ്റ്റ് കമ്പാഷൻ, അനുകമ്പ, ഇൻക്ലൂസിവിറ്റി എല്ലാവരും ചേർത്ത് വെക്കുക, അതുപോലെ തന്നെ സർവീസ് ആൻഡ് ഹ്യൂമാനിറ്റി എന്നൊക്കെ ആയിരുന്നു. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മോഡേൺ സോഷ്യൽ, ഇപ്പോൾ പഠിക്കുന്ന സോഷ്യൽ വർക്ക് ഹ്യൂമാനിറ്റേറിയൻ പ്രിൻസിപ്പിൾസിലും സോഷ്യൽ സർവീസ് ഒക്കെ നമ്മുടെ കോർ വാല്യൂ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ, ഈ പ്രാചീന കാലഘട്ടത്തിൽ ഇവർ തന്നിട്ടുള്ള, ഇവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു മോഡേൺ സോഷ്യൽ വർക്ക് എന്ന രീതിയിലാവുന്നതിന് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ശില പാകിയിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എങ്ങനെയായിരുന്നു ഡെവലപ്പായി വന്നതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് കുറച്ച് എക്സാമിന്റെ ഡേറ്റ് ഉടൻ തന്നെ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഡു ഫീൽ ഫ്രീ ആൻഡ് ആസ്ക്. നമുക്ക് നമ്പറിലൂടെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാ ദിവസവും പറയുന്നത് പോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് ഒരു മീൻസ് ഒരു 5-8 മാസത്തോളം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ടൈമിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ സെഷനുമായിട്ട് വീണ്ടും കാണാം. സോ ബൈ, താങ്ക് യു.